ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ മാപ്പ് പറഞ്ഞ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയെ ഫോണിൽ വിളിച്ചാണ് മാപ്പ് പറഞ്ഞത്. വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ചത്. ട്രംപും നെതന്യാഹുവും തമ്മിലുള്ള ചർച്ച ഇപ്പോഴും തുടരുകയുമാണ്. അൻവർ പാലേരി ദോഹയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അൻവർ പാലേരി, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഭാഗത്ത് ചർച്ച അത് ട്രംപും നെതന്യാഹുവും തമ്മിലാണ്. അതേസമയം തന്നെ ഖത്തറിലെ ആക്രമണത്തിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് നെതന്യാഹു ഖത്തർ പ്രധാനമന്ത്രിയെ വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു സമാധാന ശ്രമം അതിന്റെ ഭാഗമായിട്ട് ഈ കോളിനെ കാണാൻ കഴിയുമോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, ഇന്ന് വൈകിട്ട് പ്രാദേശിക സമയം ഒരു 7 മണിയോടെയാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത്. അതായത് റോയിട്ടേഴ്സ് ഉൾപ്പെടെ ചാനൽ 24 ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ വന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥിരീകരണമോ അല്ലെങ്കിൽ ഇത്തരം പ്രസ്താവനയോ ഖത്തർ ഔദ്യോഗികമായി പുറത്തിറക്കുകയോ അല്ലെങ്കിൽ ഖത്തറിലെ പ്രാദേശിക മാധ്യമങ്ങൾ ഇതുമായി സംബന്ധിച്ച വാർത്ത നൽകുകയോ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്കറിയാം, കഴിഞ്ഞ സെപ്റ്റംബർ 9 ഖത്തറിനെതിരെ നടന്ന വളരെ ക്രൂരമായ ഏകപക്ഷീയമായ അന്യായമായ ഇസ്രായേൽ ആക്രമണം, 6 പേരാണ് അന്ന് ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. അത് ലോകരാജ്യങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കിടയിലൊക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം, അമേരിക്കക്കെതിരെയും ഇസ്രായേലിനെതിരെയും ഒക്കെ തന്നെ ഒരുപോലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്ന ഒരു സംഭവമാണ്. ഇതിനെതിരെ ഖത്തർ അന്താരാഷ്ട്ര കോടതിയിൽ ഉൾപ്പെടെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്നുമുണ്ട്. ഇതിനിടയിലാണ് ഇന്ന് വാഷിംഗ്ടണിൽ എത്തിയ നെതന്യാഹു. ഇത് 4ാമത്തെ മീറ്റിംഗ് ആണ്. അതായത് ഗസയിലെ ഭാവി പദ്ധതികളുമായി ബന്ധപ്പെട്ട് 4ാമത്തെ കൂടിക്കാഴ്ചക്കായി, ട്രംപുമായുള്ള കൂടിക്കാഴ്ചക്കായാണ് നെതന്യാഹു വാഷിംഗ്ടണിൽ എത്തിയത്. ഇന്ന് അവിടെ വെച്ച് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയെ ഫോണിൽ ബന്ധപ്പെട്ട് ഖത്തറിനെതിരെ നടത്തിയ ആക്രമണത്തിൽ ഖേദം പ്രകടിപ്പിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുമായി ഒരു തരത്തിലുള്ള ഔദ്യോഗിക സ്ഥിരീകരണവും ഖത്തറിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ശരി, അൻവർ പാലേരിയാണ് ദോഹയിൽ വിശദാംശങ്ങൾ നൽകിയത്. പക്ഷേ ഇത്തരത്തിൽ ഖത്തർ പ്രധാനമന്ത്രി നെതന്യാഹു ഫോണിൽ വിളിച്ച് സംസാരിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് ഖത്തർ നിലവിൽ ഒരു ഔദ്യോഗിക പ്രതികരണങ്ങളും വിശദീകരണങ്ങളും നൽകിയിട്ടില്ല എന്നാണ് ദോഹയിൽ നിന്നും ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.